ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ തോക്ക് ചൂണ്ടേണ്ടി വന്നാൽ ആ കർമ്മം ഞാൻ തന്നെ നടത്തും. എങ്കിൽ പിന്നെ ഇപ്പൊ അങ്ങ് നടത്തിക്കൂടായിരുന്നോ? ഇങ്ങനൊരു ഫോട്ടോയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. രവിവർമ്മന്റെ തല ചിതറിയ ഫോട്ടോയാ. നിഗൂഢമായ ഉറക്കത്തിൽ നിന്നും അവൻ ഒരിക്കലും ഉണരാൻ പാടില്ലായിരുന്നു. അതിനൊക്കെ സമയമുണ്ട് രാഗസുധേ. പക്ഷേ ഇപ്പൊ വേറൊരു പ്രശ്നമുള്ളത്, എന്നെ തിരികെ പറഞ്ഞുവിടാൻ തീരുമാനിച്ചിരിക്കുക. നാളെ തന്നെ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്ത് സംഭവിച്ചാലും രാജാറാമിനടക്കം പലർക്കും സംശയം എന്നെയാവും. ഞാൻ വഴി നിന്നെ. പോകുന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവട്ടെ ആദ്യം, എന്നിട്ടാവാം നിന്റെ നീതി നടപ്പാക്കുന്നത്. നിന്നെ ഇപ്പോഴും ഞാനങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ രവിവർമ്മന്റെ തലയ്ക്ക് മുകളില് എന്റെ ആളുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. എന്നോട് പറയുന്നതും ഞാൻ പറയുന്നതുമല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം നീ കൂടുതലായോ കുറവായോ ചെയ്താൽ ഒരു സെല്ലേ നീ നിനക്കായി പറഞ്ഞു വെച്ചിട്ടാവണം. അത് എന്നെ പോലെ തന്റെ ഉള്ളവർ കിടക്കുന്ന ജയിലല്ല. സ്വന്തം ഭർത്താവ് കൺമുന്നിൽ മരിക്കുന്നത് കണ്ട് ഭ്രാന്താകുന്ന ഭാര്യയെ കൊണ്ടിടുന്ന ഭ്രാന്താശുപത്രിയിലെ ഒരു സെല്ല്. ഞാനീ പറഞ്ഞത് ഈശ്വരവചനം പോലെ നിന്റെ കാതുകളിൽ എന്നും മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കണം, എപ്പോഴും. ഈശ്വര, ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയ നാള് മുതൽ മുടങ്ങാതെ ഞാനിവിടെ തിരിതെളിയിക്കുന്നുണ്ട്. എല്ലാ വഴികളും അടഞ്ഞാലും ഏതെങ്കിലും ഒരു വഴി തുറന്നു തരുമെന്ന് കേട്ടിട്ടുണ്ട്. മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞാണ് കിടക്കുന്നത്. ഒന്നും പിടിച്ചു നിർത്താൻ പറ്റാത്തവണ്ണം എല്ലാം എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഞാൻ പോകുന്നത് ഈ വീട്ടിൽ നിന്നും മാത്രമല്ല, എന്റെ രവി സാറിന്റെ മനസ്സിൽ നിന്ന് കൂടിയാന്ന് ഓർക്കുമ്പോ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. രവി സാർ എടുത്ത തീരുമാനം തന്നെയാണ് അവിടത്തെയും തീരുമാനമെങ്കിൽ ഈ ഉള്ളവൾക്ക് ഈ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ശക്തിയും അവിടുന്ന് തരണം. ഇനിയും പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തരുത്. ഇവനോട് ചോദിക്കുന്നതിന്റെ ഉത്തരം നീ പറയണ്ട. എല്ലാവരും ശ്രീലക്ഷ്മിയെ കാണാതെ വിഷമിച്ചപ്പോ നീ കണ്ടുപിടിച്ച എളുപ്പവഴിയാണോ ഈ നിൽക്കുന്നത്? അമ്മ, ഇത് ശ്രീലക്ഷ്മി തന്നെയാണ്. ഞാൻ സ്നേഹിച്ച് വിശ്വസിച്ച് താലി കെട്ടിയ ശ്രീലക്ഷ്മിയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അത്ര ഉറപ്പാണെങ്കിൽ നീ നിന്റെ ഭാര്യയോട് ചോദിക്കണം, ജയിലിൽ കിടക്കുന്ന രാഗസുധയെ കാണാൻ എന്തിനു പോയി എന്ന്. നോക്ക്, പൈസയ്ക്ക് വേണ്ടി സ്നേഹത്തിലൂടെ രവിവർമ്മനെ ചതിച്ച് ഞാൻ രാഗസുധയ്ക്ക് കാഴ്ചവെക്കും. പകയിലൂടെ രവിവർമ്മനെ പൂട്ടുന്ന കർമ്മം രാഗസുധ നിറവേറ്റുന്നു.
ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവളെയല്ല, നിന്നെയാണ് ആദ്യം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടത്. അമ്മേ, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇറക്കി വിടാനോ? അതെ, ഇറക്കി വിടാൻ. എന്നെ അമ്മയെന്ന് വിളിച്ച് എന്നെ തന്നെ പറ്റിച്ചോണ്ട് നടക്കുന്ന ഒരുത്തനെ ഇനിയും ഞാൻ മകനെന്ന് പറഞ്ഞ് നെഞ്ചിക്കൊണ്ട് നടക്കണോ? സത്യം എന്താണെന്ന് ചേട്ടായി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് ഏട്ടത്തിയമ്മ തന്നെയാണ്. ആ സത്യം തെറ്റാണെന്നല്ലേ കുറെ കാലം കൊണ്ട് ഞാനും എന്റെ അമ്മയും ഇവിടെ നിലവിളിച്ചുകൊണ്ട് നടന്നത്. അപ്പൊ രഘു ഇങ്ങനെയൊന്നും അല്ലല്ലോ പ്രതികരിച്ചത്. ഓ, പറയുന്ന പോലെ ചേട്ടായി ഒരു യൂണിവേഴ്സിറ്റിയായി കണ്ട് ചേട്ടായി തരുന്ന ഉപദേശ ക്ലാസുകളല്ലേ വേദവാക്യം. മോന്തായം വളഞ്ഞാലേ 64 വളയുമെന്നാണല്ലോ. അമ്മേ, ഈ രേഖ പറയുന്നത് അമ്മ മുഖവിലേക്ക് എടുക്കരുത്. അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? നമ്മളെ സന്തോഷിപ്പിക്കാൻ ശ്രീലക്ഷ്മി എന്നും പറഞ്ഞ് ഒരു ബന്ധവും ഇല്ലാത്ത ഇവളെ നൂല് കെട്ടി ഇറക്കിയെന്നാണ് ഇവൻ പറയുന്നത്. നമ്മളെ സന്തോഷിപ്പിക്കാനല്ല, ഇവന്റെ മരണത്തിലേക്കുള്ള എളുപ്പ വഴിയാ ഇവൻ പണം കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. രാഗസുധ ജയിലിലായതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും രവി ജീവിച്ചിരിക്കുന്നത്. ഇത് കരീം അഹമ്മദ്, അമ്മയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. കരീം ഇപ്പോ ഇവിടുത്തെ ജയിൽ സൂപ്രണ്ടാ. രാഗസുധ എന്ന വർമ്മൻ കുടുംബത്തിലെ ഒരു അംഗം കരീമിനോട് സഹായം ചോദിച്ചു തുടങ്ങിയപ്പോ തന്നെ ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞു. പിന്നെ ബാക്കിയെല്ലാം ഞങ്ങൾ അങ്ങ് ആസൂത്രണം ചെയ്തു. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലായപ്പോ ഞങ്ങളുടെ ഓപ്പറേഷൻ സക്സസ് ആയെന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീകൾക്ക് പലതും അസാധ്യമെന്ന് പറയാറുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ചിലത് സാധ്യമെങ്കിലും അവർക്ക് കൈകെട്ടി നോക്കി നിൽക്കാനേ പറ്റൂ. പുരുഷൻ വേണ്ടിടത്ത് പുരുഷൻ തന്നെ വേണം. കണ്ടില്ലേ, ഒരാൺ ശബ്ദം കൊണ്ട് മാത്രം നമുക്ക് കിട്ടിയത് രൂപ 25 ലക്ഷം. ഇത് വെറുതെ ഒരു ടെസ്റ്റ് ഡോസ്, വെറുതെ ഒരു ചൂണ്ട എറിഞ്ഞു നോക്കിയതാ. വല എറിയാൻ പോകുന്നതേ ഉള്ളൂ. പണത്തേക്കാൾ മൂല്യമുള്ള രാജനന്ദിനിയുടെ സ്വർണ്ണാഭരണം. അതാണ് ചൂണ്ടയിൽ കൊത്തിയിരിക്കുന്നത്. അമ്മേ, അത് കിട്ടിയ ഉടൻ നമുക്ക് വിറ്റ് കാശാക്കണം. അത് നമുക്ക് കാശാക്കാനുള്ളതല്ല മോളെ. അതിന് വേറൊരു പ്ലാനുണ്ട് എന്റെ മനസ്സിൽ. അമ്മ എന്താ ഈ പറയുന്നേ? അവൾ ഇന്ന് പോയാ പിന്നെ നമുക്ക് ആര് കാശ് തരും? കാശിനപ്പുറമല്ലേ നിലയും വിലയും. അവള് പോകുന്നതിന് മുമ്പ് അവളെ അവിടുന്ന് അടിച്ചിറക്കണം. അതാണ് എന്റെ ഉദ്ദേശം. പിന്നെ ഈ വീഡിയോ ഉള്ള കാലം അത്രയും കാശ് വാങ്ങിച്ചെടുക്കാനൊക്കെ ഈ രാജലക്ഷ്മിക്ക് അറിയാം. രാജലക്ഷ്മി, എന്റെ കാര്യം മറക്കല്ലേ. അത്രയ്ക്ക് റിസ്ക് എടുത്താ ഞാൻ കൂടെ നിൽക്കുന്നത്. പറഞ്ഞ തുക അണ മുറിയാതെ വീട്ടിലെത്തിക്കും. ആ അവൾ ആ പടി ഇറങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ജോലി കൂടിയുണ്ട് ചെയ്തു തീർക്കാൻ. ഇതൊന്നും എനിക്ക് വേണ്ട. വേണ്ട,
വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനൊരു കള്ളത്തരം കാണിച്ചത്? സർ, അത് ഇത് താൻ തന്നെ കൈവച്ചോ. ഏതായാലും ആഗ്രഹിച്ചെടുത്തതല്ലേ. ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ. ഞാൻ തരാമെന്ന് പറഞ്ഞതിൽ കൂടുതൽ പണം ഞാൻ തന്നിട്ടും ഇങ്ങനൊരു കാര്യം എന്താ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒരുപക്ഷെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാനായിട്ട് തന്നെ എടുത്ത് തരുമായിരുന്നല്ലോ. എല്ലാവരുടെ മുന്നിൽ ഒരു കള്ളിയെ പോലെ. സർ, പ്ലീസ്, സാറിന് എന്നെ മനസ്സിലാവാത്തോണ്ട. അതെ, എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെയാണ്. ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ എന്റെ ആദ്യ ഭാര്യയായിരുന്ന രാജനന്ദിനിയുടെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണിത്. പിന്നീട് അത് ശ്രീലക്ഷ്മിക്ക് അവകാശപ്പെട്ടതായി. അവർ രണ്ടുപേരും ഇപ്പൊ എന്നോടൊപ്പം ഇല്ല. അതിനുമപ്പുറം കുറെ നല്ല ഓർമ്മകൾ തന്നിട്ടാ അവരിവിടുന്ന് പോയത്. പ്രത്യേകിച്ചും ശ്രീലക്ഷ്മി. അവരെ ഓർക്കാൻ എനിക്ക് ഈ സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല. നേടിയതിന്റെയും നഷ്ടമായതിന്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടങ്ങൾക്ക് തന്നെയാവുള്ളൂ. അതിലേറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ്. നഷ്ടമായ എന്റെ ജീവിതമാണ്, എന്റെ സ്വപ്നങ്ങളാണ്. ആഗ്രഹിച്ചു വാങ്ങുമ്പോഴും സമ്മാനമായിട്ട് കൊടുക്കുമ്പോഴും അത് അണിഞ്ഞു കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു സംതൃപ്തി, ഒരു സന്തോഷം. അതാണ് അതിന്റെ മൂല്യം. അതുകൊണ്ട് ഇതുവരെ ഇതിനൊരു വില ഞാൻ നിശ്ചയിച്ചിട്ടില്ല. വിലയിടാൻ എനിക്കറിയത്തുമില്ല. അതറിയാവുന്ന ഇയാൾക്ക് ഇതൊക്കെ എടുക്കാം. ഇനിയും മതിയായില്ലെങ്കിൽ പറഞ്ഞാൽ മതി. കുറെ ദിവസം എന്നോടൊപ്പം നിന്നതിന്, കുറെ നല്ല ഓർമ്മകൾ തന്നതിന്, പിന്നെ എന്റെ ശ്രീലക്ഷ്മി ഓർമ്മിപ്പിച്ചതിന് എന്ത് തന്നാലും പകരമാവില്ല എന്നെനിക്കറിയാം. ജീവിതത്തിൽ നിന്ന് മറഞ്ഞു പോയവരോടും പിരിഞ്ഞു പോകുന്നവരോടും ഒരു പരാതിയില്ല, പരിഭവമില്ല. ജീവിതം ആരെയും പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അത് ജീവിച്ച് തന്നെ പഠിക്കേണ്ട വലിയൊരു പാഠപുസ്തകം. ഉള്ളടക്കം അറിയാതെ ഒരു പുസ്തകത്തെ വിലയിരുത്തുന്നത് പോലെയാ ഇപ്പോഴുള്ള നിന്റെ തീരുമാനം. നീ എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി പുനഃപരിശോധിക്കണം. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കണമെന്നല്ലേ നീ പറയാറുള്ളത്? ഞങ്ങളെപ്പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി, ഇത് ശ്രീലക്ഷ്മിയാണെന്ന് വിശ്വസിക്കേണ്ടത് നീയാണ്. വിശ്വസിച്ചിരുന്നു. നീ അടക്കം ഇത് ശ്രീലക്ഷ്മി അല്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നു. പലപ്പോഴും ആ വിശ്വാസം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ന്യായീകരണങ്ങൾ കൊണ്ട് ഞാനത് കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരേ ഒരു കാര്യം ഞാൻ നിന്നോട് ഉദാഹരണമായിട്ട് പറയാം. ഈ വീട്ടിൽ അല്പം മുമ്പ് നടന്നൊരു കാര്യം. ഞാനാ ശ്രീലക്ഷ്മിയോട് പറഞ്ഞത് രാജനന്ദിനിയുടെ ആഭരണങ്ങളൊക്കെ എടുത്തോളാം. ആനയ്ക്ക് വലിപ്പവും ആരോഗ്യവും സ്വയം അറിയില്ല എന്ന് പറയുന്നതിന് തുല്യമായ അവസ്ഥ. ഈ വീട്ടിൽ നിന്ന് മാത്രമേ നിനക്ക് പുറത്തു പോകാനാകൂ. ആരുടെയും മനസ്സിൽ നിന്ന് പോകാനാവില്ല ശ്രീലക്ഷ്മി, പ്രത്യേകിച്ചും താലി കെട്ടിയവന്റെ. അതുകൊണ്ട് അങ്ങനെയൊരു മനപ്രയാസത്തിന്റെ ആവശ്യമില്ല. ആരും ആരിൽ നിന്നും അകലില്ല. ഒരിക്കലും വല വീശി പിടിക്കാനാകാത്ത മത്സ്യം
ഇപ്പൊ നിന്റെ വലയിലാണ്. പിടിയഴിഞ്ഞാൽ വല പൊത്ത് അത് പുറത്തേക്ക് പോവും. പോകുന്ന പോക്കിൽ മുന്നിലുള്ളവരെയെല്ലാം അത് ആക്രമിക്കുകയും ചെയ്യും. രാഗസുധ ശ്രീലക്ഷ്മി പോരാട്ടം മുറുകി നിൽക്കുന്ന ഈ സമയത്ത് മറ്റൊന്നിനു വേണ്ടിയും നീ തളരേണ്ട കാര്യമില്ല. നിന്നെയും നിന്റെ മനസ്സിനെയും സർവശക്തൻ കാണുന്നുണ്ട്. നിന്റെ ഇപ്പോഴുള്ള പ്രശ്നം കേവലം കുറച്ചു സമയം മാത്രം. സൂര്യാസ്തമയത്തിൽ വ്യാഴവും ചന്ദ്രനും സംക്രമിച്ച് അപൂർവമായ നവപ്രപഞ്ചം രൂപാന്തരപ്പെടുന്നതോടെ കാര്യങ്ങൾ മാറിമറിയും. പദ്ധതികളെല്ലാം നിറവേറും. സങ്കടങ്ങളെല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് സമാധാനത്തോടെ ഇരിക്കുക. ബാക്കിയെല്ലാം അവിടുന്ന് ചെയ്തോളും. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. ശരി ശരി വാ. എങ്ങോട്ട്? എങ്ങോട്ടൊന്നും? ബാംഗ്ലൂർക്ക്. വാ വന്നേ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ശ്രീലക്ഷ്മി വെറുതെ ഓരോന്ന് പറയുന്നത് ഇറങ്ങാൻ നോക്കിയ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഞാൻ വന്നത് ഈ വീട്ടിൽ താമസിക്കാനാ, എന്റെ ഭർത്താവിനോടൊപ്പം. ഞാൻ ഒരാളെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും അകന്ന് ജീവിക്കാനല്ല, ഒരുമിച്ച് ജീവിക്കാനാ. എന്താ മോളെ, മോൾക്ക് പോകാൻ ഇഷ്ടമില്ലേ? അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ രവി ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലായിരുന്നല്ലോ. ശ്രീലക്ഷ്മി, രവി, ശ്രീലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ പോകണ്ടെന്ന് വെക്കേ. അതല്ല അമ്മേ, ഇന്ന് പോയില്ലെങ്കിൽ കോഴ്സിന്റെ. എന്റെ ഭർത്താവിനെക്കാളും വലുതല്ല എനിക്കൊന്നും. അല്ല മോളെ, രവി ഇത്ര കാര്യമായിട്ട് പറയുമ്പോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. പ്രണയത്തിന് വേണ്ടി ജനിച്ചതന്നെ 20 വർഷത്തോളം കാത്തിരുന്നിട്ടാ എന്റെ സ്വപ്നം നിറവേറിയത്. പ്രണയിച്ച് കൊതി തീരാതെ ഒരിക്കൽ കൂടി തോറ്റു മടങ്ങാൻ ഞാനില്ല. ഈശ്വരൻ എനിക്ക് തന്ന ഈ ജന്മം പുനർജന്മത്തിലൂടെ സഫലമാക്കിയത് തോന്നുമ്പോ ഇല്ലാതാക്കാനല്ല, അതിന് തടസ്സം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. മറ്റാരും ചെയ്യാൻ ഇനി ഞാൻ അനുവദിക്കുകയില്ല. പിന്നെ നീലഹസ്തിയിൽ നിന്ന് രവി കണ്ടുപിടിച്ചുകൊണ്ടുവന്ന നാള് മുതല് ഇവളുടെ അഭിനയം നമ്മൾ കാണുന്നതല്ലേ? മതിയാക്കിക്കൂടെ നിനക്ക്? ഇറങ്ങടി, ഇപ്പൊ ഇറങ്ങി പൊയ്ക്കോണേ ഈ വീട്ടിൽ നിന്ന്. അതെ, പ്രണയം മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിവിടെ നടക്കില്ല.
മോളെ ഈശ്വര മോളെ ഇപ്പൊ നിനക്ക് മനസ്സിലായോ? അഷ്ടമി ദിവസം എനിക്ക് എന്താ കുഴപ്പമെന്ന്? ഈ വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങി പോവാൻ നീ പറയുന്നു. അങ്ങനെ പറയണമെന്ന് ചിന്തിക്കാൻ പോലുള്ള അവകാശം നിനക്കില്ല. ഇവിടെ ആരും നിൽക്കണ ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇത് എന്റെ സാമ്രാജ്യം, എന്റെ സാമ്രാജ്യം. രവിസാറും ശ്രീലക്ഷ്മിയും പുറപ്പെട്ടോ? എന്താ അമ്മേ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നുമില്ല മോളെ. ശ്രീലക്ഷ്മി മോള് ശ്രീലക്ഷ്മി വാ. എങ്ങോട്ട്? പിന്നെ സരോജം കൊണ്ടുവന്ന് കുങ്കുമം ഇട്ടപ്പോഴാ ശ്രീലക്ഷ്മിക്ക് ബോധം വീണത്. മോള് യാത്രയാകാനിരുന്ന ഈ ദിവസം തന്നെ എങ്ങനെ സംഭവിച്ചല്ലോ? ഇനി യാത്ര മുടങ്ങുമോ ഗായത്രി അമ്മേ? ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോ യാത്രയൊന്നും വേണ്ട. നാളത്തേടം കൊണ്ട് അവള് പഠിക്കാൻ പോകുന്ന കോഴ്സ് അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ആ, അത് ശരിയാ. ഇങ്ങനൊരവസ്ഥയില് യാത്ര ചെയ്യാതിരിക്കുന്നതാ നല്ലത്. ഒറ്റയ്ക്കുള്ള യാത്രയല്ലേ, അത് ഒഴിവാക്കുന്നത് തന്നെയാ നല്ലത്. ആ രാജ, നീയും സാന്ദ്രയും കൂടി രവിയുടെ അടുത്തേക്കൊന്ന് ചെല്ല്. അവൻ ആകെ തളർന്നിരിക്കുകയായിരിക്കും. ശരിയമ്മേ. സാന്ദ്രോണം വരൂ. ഇരിക്ക് സരോജം. അർച്ചന. അമ്മേ. അമ്മേ, ചായ എടുക്ക. ഞാൻ ഇപ്പൊ വരാം സരോജം. അറിഞ്ഞിടത്തോളം ശ്രീലക്ഷ്മിയുടെ അവസ്ഥ വളരെ ഭീകരമാ. ഈ അവസരത്തിൽ നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാ. തീരുമാനം ഞാൻ എടുത്തു തന്നെയാ, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ബേബി, നീ വെറുതെ വാശി പിടിക്കരുത്. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതോ ഊഹിച്ചു പറയുന്നതോ ഒന്നും അല്ല. നിന്റെ കൺമുന്നിൽ കുറച്ചു മുമ്പ് നടന്നത് റിയാലിറ്റിയാ. കേൾക്കുന്നതും അറിയുന്നതും നീ വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. കണ്ടത് നീ മനഃപൂർവ്വമായി മറക്കാൻ ശ്രമിക്കാതെ. അതെ രവി സാർ, ഈ ഒരു അവസ്ഥയില് ശ്രീലക്ഷ്മി എങ്ങനെ യാത്ര അയക്കും? ഈ ഒരു കാര്യത്തിന് നേരെ കണ്ണടച്ചാലും ഇതിനു മുൻപും ശ്രീലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. ഇവിടെ ഇപ്പോ എല്ലാവരുടെയും ഒരു ശ്രദ്ധയുണ്ട്. പോകുന്നിടത്തും ഇങ്ങനെ വല്ലതും ഉണ്ടായാ ഇത്രയും ദൂരത്തിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാജാറാം സാൻഡ്രൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ രണ്ടാളും മറന്നതാണോ അതോ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ സംസാരിക്കാന്നാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് ശ്രീലക്ഷ്മിയെ കുറിച്ചാണ്. ഇപ്പോ ഈ അകത്തുള്ളതും ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ശ്രീലക്ഷ്മി അല്ല, കൺമണിയാണ്.
കൺമണിയുടെ ഇത്തരം പ്രവൃത്തികൾ എങ്ങനെ ശ്രീലക്ഷ്മിയായിട്ട് കൂട്ടിക്കെട്ടാൻ പറ്റും? രവി, ശ്രീലക്ഷ്മിയുടെ അതേ അവസ്ഥയിലല്ലേ ഇപ്പൊ കൺമണിയും? ഇതിൽ നിന്നും ഒരു കാര്യം ഏകദേശം വ്യക്തമല്ലേ? ശ്രീലക്ഷ്മിയും കൺമണിയും ഒന്നല്ല. നമ്മൾ ഇവിടുന്ന് പോയില്ലേ? ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചത്? രവി, ഇത്രയും ആയ സ്ഥിതിക്ക് ഇത്ര ധൃതിയിൽ ഈ യാത്രയുടെ ആവശ്യമുണ്ട്? ശ്രീലക്ഷ്മിക്ക് വയ്യാത്ത സ്ഥിതിക്ക് ഇനി 1-2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഞാൻ പറഞ്ഞതാണ്, ശ്രീലക്ഷ്മി കേൾക്കണ്ടേ? പോയേ പറ്റുമെന്ന്. ഇനി നിന്നാ താമസിക്കുന്ന ശ്രീലക്ഷ്മി പറയുന്നത്. പിന്നെ ശ്രീലക്ഷ്മി പറയുന്നതിൽ കാര്യമുണ്ട്. തുടങ്ങുന്ന ദിവസം തന്നെ ജോയിൻ ചെയ്യാതിരിക്കുന്ന ഒരു അശുഭ ലക്ഷണമായിട്ടാണ്. എല്ലാം ശുഭമാണെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങണം. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ. ശേഷം സാർ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് മോളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അത് ഉറപ്പാച്ചന്. മോള് പോയിട്ട് വാ.
രണ്ടുപേർക്കും മനോവിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മനസ്സിൽ വെച്ച് പെരുമാറാൻ ഇനി ഞാനിവിടെ ഇല്ല. ഗായത്രി അമ്മയ്ക്കും രേഖാ മാഡത്തിനും ഇടയിലുള്ള ദൂരം ഇതോടെ കുറയുക. ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ രേഖാ മാഡവും എല്ലാവരും പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ രാജലക്ഷ്മി അമ്മേ. രഘു, എന്നെക്കാളേറെ രവി സാർ സ്നേഹിക്കുന്നത് രഘുവിനെ. ഒരു സാഹചര്യത്തിലും ചേട്ടായിയെ തള്ളി പറയരുത്. നിങ്ങളോട് മാത്രം എങ്ങനെ യാത്ര പറയണമെന്ന് എനിക്കറിയില്ല. പറയാനുള്ളതെല്ലാം രണ്ടക്ഷരത്തില് ഞാൻ ചുരുക്കുക. നന്ദി. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ. പോവാം സർ. അന്നത്തെ പോലെ ബാക്ക് സീറ്റിൽ പൈസ ഇരിപ്പുണ്ടോ എന്ന് നോക്കിക്കേ. ഓ, ഇല്ലല്ലോ. ഇല്ലേ? ചിലപ്പോ ഇനിയെ കൊണ്ട് വയ്ക്കുള്ളായിരിക്കും. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. രാജാറാം, സർ, എനിക്ക് നല്ല തലവേദന. ഒരു ചായ കുടിച്ചിരുന്നെങ്കിൽ. ഇനിയിപ്പോ അതിന് സമയമുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ എത്തിയിട്ട് നോക്കാം. ഇനി കുറച്ചു ദൂരം കൂടെ അല്ലേ ഉള്ളൂ.
ഈശ്വര, എന്നെയും സാറിനെയും തമ്മിൽ അകറ്റുവാണോ നീ? നീ തന്നെ എന്തെങ്കിലും വഴി കാണണം. എന്റെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന കേൾക്കാതിരിക്കരുത്. സാൻഡ്ര, എൻ്റെ കാറ് ബീച്ച് റോഡിൽ വഴിയിലായി പോയി. സോ കൺമണിക്ക് പോകാനുള്ള ബസ് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നൈറ്റ് സർവീസ് ഏതെങ്കിലും ഉടനെ ബുക്ക് ചെയ്യണം. ഏയ് വേണ്ട വേണ്ട, ഞാനേതെങ്കിലും ടാക്സി നോക്കാം. കാറ് നോക്കാൻ വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ ശിവപ്രസാദിനോട് പറയണം. ഓക്കെ സാൻഡ്ര. ഇവിടെ ടാക്സി കിട്ടാൻ പ്രയാസമായിരിക്കും. കുറച്ചു പേരും നടന്ന ഹൈവേയിലെത്തും. അവിടുന്ന് ടാക്സി എടുത്ത് പോവാം. ബാഗ് എടുത്തോ. സ്ഥാനം കുടുംബാംഗത്തിന്റെ 2 അടി പുറകിലായിരിക്കും എപ്പോഴും സംബന്ധക്കാരുടെ സ്ഥാനം. അവള് കുടുംബാംഗമാ, നമ്മള് സംബന്ധക്കാര്. അതുകൊണ്ട് അവള് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാം ഒരു കരയിലേക്ക് അടുപ്പിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ പോകുന്നേ? അതങ്ങനെ എടുത്തു ചാടാൻ പറ്റില്ല. ആലോചിക്കട്ടെ എന്താ വേണ്ടതെന്ന്. വായ കീറിയ ദൈവം അന്നവും തരുമെന്ന് കേട്ടിട്ടില്ലേ? സുഗമമായ വഴികൾ നമ്മുടെ മുന്നിലും തെളിയും. ഇല്ലെങ്കിൽ വെട്ടി തെളിക്കും ഞാൻ.